എന്താണെന്ന് മനസ്സിലായോ? യെസ്, ദിസ് ഈസ് പാർവതി വിജയകുമാർ ദീപക്. ഓക്കെ, നമുക്ക് ഇന്ന് ഈ ക്ലേക്കോ പ്രോഡക്റ്റിൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ നോക്കിയാലോ. ഇത് വന്ന് മൈക്രോ നീഡിൽ ലിങ്ക് സെറം എക്സോസൻസ് ആണ്. ഇത് വന്ന് ഫൈൻ ലൈൻസ് ക്ലിയർ ചെയ്യും, ഡീപ്പ് പെനട്രേഷനൊക്കെ നല്ലതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശരി, ആക്ച്വലി ഞാൻ ഡെർമോഡോക്കിൻ്റെ ഒരെണ്ണം ഡെർമാക്കോയുടെ ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. ശരി, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നോക്കി നോക്കാം. ഇത് ഭയങ്കര സെറമായിട്ടുള്ളതാണ്. കുറച്ചധികം. ആക്ച്വലി എനിക്ക് കയ്യിലെടുത്തപ്പോൾ വലിയ നീഡിലിങ് ഫീൽസ് ഒന്നും ഉണ്ടായില്ല. സോ ശരി, ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയാണ് ഞാൻ ഫേസിലോട്ട് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഫേസ് മൊത്തം ഡോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് നോക്കാം. എനിക്ക് കയ്യിൽ വലിയ നീഡിലിങ് ഫീൽ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, ഞാൻ വേറെ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ടുള്ളത് കമ്പയർ ചെയ്യുമ്പം. സോ ഫേസിലും ഫസ്റ്റ് എനിക്ക് ഇത് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തപ്പം ഭയങ്കര നീഡ്ലിങ് ടൈപ്പ് ഒരു ഫീല് കിട്ടിയില്ല. ഭയങ്കര സെൻസിറ്റീവായിട്ട് എനിക്ക് ഫീലായില്ല. പക്ഷേ കുറച്ചധികമായി പോയോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൈതിലൂടെ സ്പ്രെഡ് ഉണ്ട്. പക്ഷേ ഒരു 2 seconds കഴിയുമ്പം നന്നായിട്ട് ആ നീഡിലിങ് എഫക്റ്റ് അറിയണുണ്ട്. ഭയങ്കര ഹെവി ആയിട്ടല്ല, പക്ഷേ എങ്കിലും നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവാത്ത രീതിയിൽ ആ നീഡിലിങ് എഫക്റ്റ് കുറച്ച് കഴിഞ്ഞപ്പം അറിയാൻ തുടങ്ങി. സോ അങ്ങനെ ഞാൻ മൊത്തം സ്പ്രെഡ് ചെയ്ത് നോക്കി. എനിക്ക് കുഴപ്പമില്ല എന്നൊരിതായിരുന്നു. ആക്ച്വലി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ആ ടൈറ്റ്നെസ് ഫീൽ ആവണുണ്ട് ഫേസിൽ. ഇവിടെയൊക്കെ കുറച്ച് ടൈറ്റ് ആവണ മാതിരി സ്കിന്ന്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വീണ്ടും ഒരു 15 minutes കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല ഷൈൻ എനിക്ക് ഫേസിൽ അറിയാൻ തുടങ്ങി. സോ നിങ്ങളിത് കാണിക്കാൻ കരുതി. കുറച്ച് ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ട്. ബട്ട് നല്ല അടിപൊളി ഷൈനായിരുന്നു കേട്ടോ. നല്ല ഗ്ലോ ഉണ്ടായിരുന്നു. വെളുക്കുക എന്നതല്ല, ഒരു നല്ല ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവില്ല, ലൈറ്റ് റിഫ്ലക്ഷൻ. അത് ഭയങ്കര ഹെവി ആയിട്ട് അറിയാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്.